ക്രിസ്തുയേശുവിൽ അവൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് അവൻ്റെ സ്വന്തം മക്കളാക്കി തീർത്ത നമ്മളെ ഓരോരുത്തരെയും കർത്താവ് അതുപോലെ സ്നേഹിക്കുകയാണ്. സ്നേഹത്തിന് ഒരു നാളും കുറവില്ലാത്ത നമ്മളെ സ്നേഹിക്കുന്നവരുടെ സ്നേഹത്തിന് പലപ്പോഴും കുറവുകൾ വരാറുണ്ട്. എന്നാൽ ആ കുറവുകളൊന്നും വരാതെ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരുവനുണ്ട്. അത് യേശു കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ ഈ യേശുവിന് പ്രവർത്തിക്കാൻ ഒരു മടിയുമില്ല. നിങ്ങളുടെ ഏത് പ്രശ്നത്തിനകത്തും ദൈവം ഇറങ്ങി പ്രവർത്തിക്കുക തന്നെ ചെയ്യും. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ബൈബിള് വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കണ്ണൊരു വാക്യത്തെ മുടക്കുവാനിട വന്നു. ആ വാക്യത്തിനകത്ത് നിന്ന് ഒരു ചിന്ത നിങ്ങളുമായി കൈമാറാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇത് പലർക്കും ഒരു വിടുതലായിരിക്കും. പലരുടെയും ജീവിതത്തിനകത്ത് ചില ചോദ്യങ്ങൾക്കുള്ള മറുപടി ആയിരിക്കും. രണ്ട് പത്രോസിന്റെ ലേഖനം അതിൻ്റെ 1-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യത്തിനകത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് കാണുവാൻ കഴിയും. അതിൻ്റെ അവസാന ഭാഗമാണ് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത്. അവൻ്റെ ദിവ്യശക്തിയും ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും നമുക്ക് ദാനം ചെയ്യുന്നുവല്ലോ. അവൻ്റെ ദിവ്യശക്തിയാൽ നമ്മുടെ ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും ദാനം ചെയ്യുന്നതയോ. ഈ വാക്യം ഞാൻ വായിച്ചപ്പോൾ എന്നോട് ദൈവം സംസാരിച്ച അല്ലെങ്കിൽ ഇടപെട്ട ഒരു ശബ്ദം ഇതാണ്: ദൈവത്തിന് അവൻ്റെ ദിവ്യശക്തി നമ്മളിൽ വെളിപ്പെടാൻ അല്ലെങ്കിൽ വെളിപ്പെടുത്തി കാണിക്കാൻ ആഗ്രഹിക്കുന്നു. അവൻ്റെ ദിവ്യശക്തി നമ്മുടെ ഏത് സാഹചര്യത്തിനകത്തായാലും ജീവനും ഭക്തിക്കും, അതായത് ആത്മീകമാകട്ടെ ഭൗതികമായുള്ള ഏതാവശ്യത്തിൻ്റെ മേളിലാകട്ടെ, അതായത് ഇങ്ങനെ നമുക്കതിനെ ചിന്തിക്കാൻ കഴിയും. നിങ്ങൾ ആത്മീകമായി ഒരു വളർച്ച ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ ആത്മീകമായിട്ടുള്ള വളർച്ചയ്ക്കാവശ്യമായിട്ടുള്ള ആ ദൈവശക്തിയുടെ അല്ലെങ്കിൽ ആ ദിവ്യശക്തിയാൽ അവന് പ്രവർത്തിക്കാൻ കഴിയും. ഇനിയൊക്കെ ചിലർക്ക് ജീവിതത്തിനകത്ത് വരുന്ന പ്രശ്നങ്ങൾ, ചിലപ്പോൾ രോഗമായിരിക്കാം, ചിലപ്പോൾ ദാരിദ്ര്യമായിരിക്കാം, ചിലപ്പം പലവിധമായ വിഷയങ്ങൾ, ദുഃഖമായിരിക്കാം, കഷ്ടതയായിരിക്കാം, പ്രയാസമായിരിക്കാം, നിന്ദകളായിരിക്കാം. ആ വിഷയത്തിനകത്തിൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയും. അവൻ്റെ ദിവ്യശക്തിക്ക് പ്രവർത്തിക്കാൻ കഴിയുക തന്നെ ചെയ്യും. ഞാൻ ആ ഭാവം വായിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വന്ന ഒരു കാര്യം ഞാൻ നിങ്ങളുമായി കൈമാറ്റാം. അവിടെ പറയുന്ന 2 കാര്യങ്ങളുണ്ട്. ഒന്ന് ജീവനും ഭക്തിക്കും. ദൈവം ഒരിക്കലും പറഞ്ഞിട്ടില്ല ഞാൻ ആത്മീക കാര്യങ്ങൾക്കകത്ത് മാത്രമേ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കത്തുള്ളൂ, ഞാൻ ഭൗതിക കാര്യങ്ങൾക്കകത്ത് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കത്തില്ല എന്നൊരിക്കലും പറഞ്ഞിട്ടില്ല. ഇനി തിരിച്ചും നമ്മുടെ ദൈവം ഭൗതിക കാര്യങ്ങൾക്കകത്ത് മാത്രമേ എനിക്ക് പ്രവർത്തിക്കാൻ കഴിയത്തുള്ളൂ, ഞാൻ ആത്മീയ കാര്യങ്ങൾക്കകത്ത് പ്രവർത്തിക്കാൻ കഴിയത്തില്ല എന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. നമ്മുടെ
ഈ ലോകത്തിൻ്റെ ഗവൺമെൻറ് അല്ലെങ്കിൽ നമ്മുടെ കേരള ഗവൺമെൻറ് നമുക്കൊക്കെ പെൻഷനുകൾ അനുവദിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ചിലർക്ക് കിട്ടുന്നത് വാർദ്ധക്യ പെൻഷനായിരിക്കാം, ചിലർക്ക് വികലാംഗ പെൻഷനായിരിക്കാം, ചിലർക്ക് വിഡോ പെൻഷനായിരിക്കാം. അങ്ങനെ വിവിധ നിലവാരത്തിലുള്ള പെൻഷനുകൾ നമ്മുടെ നിയമത്തിനകത്ത് അല്ലെ സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. എന്നാൽ അതിനകത്ത് അവർ പറഞ്ഞിരിക്കുന്ന ആ പെൻഷനകത്തിൽ ഒരു നിബന്ധന വെച്ചിട്ടുണ്ട്. ആ നിബന്ധന ഇതാണ്: വികലാംഗ പെൻഷൻ കിട്ടുന്ന ഒരു വ്യക്തിക്ക് വാർദ്ധക്യ പെൻഷൻ കൊടുക്കത്തില്ല, വിധവ പെൻഷൻ ലഭിക്കുന്നവർക്ക് വാർദ്ധക്യ പെൻഷൻ കൊടുക്കത്തില്ല. അതായത് ഒരാൾക്ക് ഒരു ആനുകൂല്യം മാത്രമേ അല്ലെങ്കിൽ ഒരു പെൻഷൻ മാത്രമേ അനുവദിക്കത്തുള്ളൂ എന്നൊരു നിയമമുണ്ട്. ഇപ്പോൾ ഒറ്റ പെൻഷൻ. അതായത് നമുക്ക് ഒരിക്കൽ മാത്രം ഒരാൾക്ക് വേണ്ടി സർക്കാർ തൻ്റെ നിയമത്തിനകത്തൂടെ ഒരാളെ സഹായിച്ചാൽ അല്ലെങ്കിൽ അവരുടെ പ്രശ്നത്തിനകത്ത് ഇടപെട്ടാൽ വീണ്ടും അവർക്ക് വേണ്ടി ആനുകൂല്യങ്ങൾ കൊടുക്കുകയോ അതിനകത്തെ സംരക്ഷണകൾ, അതിനകത്തെ നന്മകൾ അനുഭവിക്കുവാൻ വീണ്ടും അവരെ തിരഞ്ഞെടുക്കുക എന്നുള്ളത് നമ്മൾ കണ്ടിട്ടില്ല. എൻ്റെ മാതാവിന്, ഞാൻ ഇത്രയും പറയാൻ കാരണം എൻ്റെ മാതാവിന് എൻ്റെ ഫാദർ മരിച്ചു കഴിഞ്ഞപ്പോൾ വിധവ പെൻഷൻ ഓൾറെഡി കിട്ടുവാനിട വന്നു. എന്നാൽ വാർദ്ധക്യ പെൻഷൻ 60 വയസ്സ് കഴിഞ്ഞ വാർദ്ധക്യ പെൻഷൻ കിട്ടാം. എന്നാൽ അവിടെയാണ് വാർദ്ധക്യ പെൻഷൻ കിട്ടത്തില്ല, കാരണം വിധവാ പെൻഷൻ കിട്ടുന്നു എന്ന് മനസ്സിലാക്കുവാനിട വന്നത്. എന്നാൽ ദൈവവും ഇങ്ങനെ ചെയ്യുകയായിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ചേ. ദൈവവും ഇങ്ങനെ, നിങ്ങൾ സേവിച്ചു നിൽക്കുന്ന നിങ്ങളോടുള്ള ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴമാണ് ഞാനിപ്പം പറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നത്. ദൈവവും ഇതുപോലെ തന്നെ പറയുകയാണ്: ഞാൻ ഒരിക്കൽ ഇന്നാക്കു വേണ്ടി, അല്ലെങ്കിൽ ശോശക്കുട്ടിക്ക് വേണ്ടി, അല്ലെങ്കിൽ ദാസ് ബ്രദറിന് വേണ്ടി ഞാൻ ഒരിക്കൽ അവന് സൗഖ്യം കൊടുത്തതാണ്. ശ്രദ്ധിച്ചോണം, 2015 ഞാൻ അവന് സൗഖ്യം കൊടുത്തതാണ്. അതുകൊണ്ട് ഈ 2024 നിങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന രോഗത്തിന് സൗഖ്യം കൊടുക്കാൻ കഴിയത്തില്ല എന്ന് അവൻ ഒരിക്കലും പറയത്തില്ല. അവൻ 2015 സൗഖ്യം കൊടുത്തെങ്കിൽ 2024 സൗഖ്യം തരാൻ അവനെന്നും മനസ്സുണ്ട്. ഇനി നോക്കിയേ, അവൻ സൗഖ്യം തന്നു 2015. അവൻ ഇങ്ങനെ പറയുക, ഇന്ന് 2024 ആ ബ്രദർ, ആ വ്യക്തി സാമ്പത്തികമായി ഞെരുക്കത്തിലാണ്. ഞാൻ ഒരിക്കൽ അവന് സൗഖ്യം കൊടുത്തു, ഇനി ഞാൻ സാമ്പത്തിക വിഷയത്തിനകത്ത് ഇടപെടത്തില്ല എന്ന് എൻ്റെ ദൈവം പറഞ്ഞിട്ടില്ല. അതൊരിക്കലും പറയത്തുമില്ല. നിന്റെ ഏത് സാഹചര്യത്തിനകത്തായാലും, മനുഷ്യൻ തള്ളിക്കളഞ്ഞ് ഏത് വിഷയത്തിനകത്തായാലും, മനുഷ്യൻ ഇടപെടത്തില്ല എന്ന് പറഞ്ഞ് ഏത് വിഷയത്തിനകത്തായാലും എൻ്റെ ദൈവത്തിൻ്റെ കരം അവിടുന്ന് ഇടപെടുക തന്നെ ചെയ്യും. എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ മേഖലകൾക്കകത്തും ദൈവത്തിൻ്റെ പ്രവൃത്തി അവിടുന്ന് ചലിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ആത്മീക കാര്യമാകട്ടെ, നിങ്ങളുടെ ഭൗതിക കാര്യങ്ങളാകട്ടെ, ഏത് കാര്യത്തിനും ഈ ദൈവം മതിയായ ഒരു ദൈവമാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥനകൾക്ക് ദൈവത്തിൻ്റെ കരത്തിൽ നിന്നും മറുപടി അയക്കുക തന്നെ ചെയ്യും. ഈ പറഞ്ഞ വചന വെളിപ്പാടിനകത്തുനിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരൊറ്റ ഒരു കാര്യമേ ഉള്ളൂ: അവൻ ഏത് കാര്യത്തിനകത്തും പ്രവർത്തിക്കുക തന്നെ ചെയ്യും. 2, ഒരിക്കൽ പ്രവർത്തിച്ചു എങ്കിൽ വീണ്ടും പ്രവർത്തിക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ കരങ്ങൾ മാറ്റിവെക്കത്തില്ല.
അവൻ്റെ ചെവികൾ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കാതിരിക്കാതെ വേണ്ടി മാറി നിൽക്കത്തില്ല. ഇന്ന് രാത്രി ഈ സമയത്ത് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഇതേ സമയത്ത് ഒരു ദൈവപ്രവൃത്തി നിങ്ങളുടെ വീടിനകത്ത് ചലിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളോടാ സംസാരിക്കുന്ന ദൈവത്തിന്. ഇന്നലകളിൽ പ്രവർത്തിച്ച ദൈവം ഇന്നും എനിക്ക് വേണ്ടി പ്രവർത്തിക്കത്തില്ലയോ എന്ന് നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ചിന്തയായിട്ട് വന്നിട്ടുണ്ടാകാം. അത് നടക്കത്തില്ലയോ എന്ന് നിങ്ങൾ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും മറ്റുള്ളവരോട്. എന്നാൽ ദൈവാത്മാവ് സംസാരിക്കുന്ന ഒരൊറ്റ പദമുണ്ട്: എനിക്ക് നിന്റെ വിഷയത്തിനകത്ത് ഇടപെടാൻ സമയമായി. നിന്റെ വിഷയത്തിനകത്ത് ഇടപെടാൻ സമയമായതുകൊണ്ട് ഞാൻ എഴുന്നേറ്റ് വരികയാണ്. നിന്റെ ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെ ഞാൻ നിനക്ക് നൽകാൻ പോവാ. നിന്റെ ആത്മീയ നിലവാരത്തിനകത്ത് ഉയരേണ്ടതിന് ഞാൻ നിന്റെ ജീവിതത്തിനകത്ത് പ്രവർത്തിക്കാൻ പോവാ. നിന്റെ ഭൗതിക നിലവാരത്തിനകത്ത് ഉയരേണ്ടതിന് നിന്റെ ഭൗതിക മേഖലകൾക്കകത്ത് ഞാൻ പ്രവർത്തിക്കാൻ പോവാ. ഇന്നലെയും ഇന്നും എന്നേക്കും ഞാൻ അനന്യനാ. ഇന്നലെ പ്രവർത്തിച്ചവൻ ഞാൻ ഇന്നും പ്രവർത്തിക്കും. ഇന്നും പ്രവർത്തിച്ചവൻ ഞാൻ നാളെയും പ്രവർത്തിക്കാൻ കഴിയുന്നവനാണ്. ഞാൻ ചെയ്യുക തന്നെ ചെയ്യും. ആകയാൽ ദൈവം നിങ്ങളെ, ഈ വചനം നിങ്ങളെ ഉറപ്പിക്കുമാറാകട്ടെ. അതുകൊണ്ട് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ തിരുമുഖത്തേക്ക് ഞങ്ങൾ നോക്കിയാണ് കർത്താവേ. വിശേഷാൽ കർത്താവേ, എൻ്റെ കൂടെ കർത്താവേ, കണ്ണുകളടച്ച ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ ലൈഫിനകത്ത് കർത്താവേ വലിയ വിടുതലുകൾ അവിടുന്ന് ചലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കർത്താവേ, ഇന്നലകളിൽ പ്രവർത്തിച്ച ഇസ്രായേൽ മക്കളുടെ വേണ്ടി പ്രവർത്തിച്ച ദൈവം, ഗിദെയോൻ ചോദിക്കുന്ന ചോദ്യം, ഇന്നലകളിൽ പ്രവർത്തിച്ച ദൈവം ഇന്നും പ്രവർത്തിക്കാൻ കഴിയത്തില്ലേ? കഴിയുമെന്ന് തന്നെ പറഞ്ഞുകൊണ്ട് ഗിദെയോനോട് മറുപടി കൊടുത്തുകൊണ്ട് അവിടുന്ന് പോയ ഒരു ദൂതനെ ഞങ്ങൾക്ക് ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായത്തിനകത്ത് കാണുന്നുണ്ട്. ആകയാൽ കർത്താവേ, ഇന്നലകളിൽ പ്രവർത്തിച്ച ദൈവം ഇന്നും പ്രവർത്തിക്കാൻ സർവശക്തനാണ്. ആകയാൽ ഇവരുടെ ഏത് വിഷയത്തിനകത്തും ദൈവം അവിടുന്ന് പ്രവർത്തിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വലിയ വിടുതലുകൾ അടുത്ത ദിവസങ്ങളിൽ ടെസ്റ്റ് മണികളായിട്ട് അവരുടെ ജീവിതത്തിനകത്ത് മാറുന്നത് കാണുവാൻ അവിടുന്ന് ഇടവരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതങ്ങനെ സംഭവിച്ചിരിക്കുന്നതായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഗ്ലോറി ടു ഗോഡ്. ഗോഡ് ബ്ലെസ് യു.